ശിക്ഷാവിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ടി.പി. ചന്ദ്രശേഖരൻ കൊലപാതക കേസിലെ പ്രതികൾ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. 20 വർഷത്തേക്ക് ഇളവില്ലാത്ത ജീവപര്യന്തം ശിക്ഷാവിധി നടപ്പാക്കുന്നത് തടയണമെന്നാണ് പ്രതികളുടെ ആവശ്യം. പ്രതികളുടെ അപ്പീൽ സുപ്രീം കോടതി അവധിക്ക് ശേഷം പരിഗണിക്കും. ടി.പി. ചന്ദ്രശേഖരൻ കൊലപാതക കേസിൽ ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ട പ്രതികളാണ് അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. ശിക്ഷാവിധി റദ്ദാക്കണമെന്നാണ് പ്രതികളുടെ അപ്പീലിലെ പ്രധാന ആവശ്യം. കഴിഞ്ഞ 12 വർഷമായി ജയിലിലാണ്. അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് ശാരീരിക മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി. പ്രതികളിൽ പലരും ചികിത്സയിലാണ്. ഈ സാഹചര്യത്തിൽ ശിക്ഷാവിധി നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്യണമെന്നാണ് അപ്പീലിലെ ഇടക്കാല ആവശ്യം. അന്തിമ വിധി വരും വരെ ജാമ്യം നൽകണം എന്നുമാണ് പ്രതികളുടെ അപ്പീലിലെ ആവശ്യം. കേസിൽ വിചാരണ കോടതി വെറുതെ വിടുകയും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കുറ്റക്കാരെന്ന് കണ്ടെത്തുകയും ചെയ്ത CPIM നേതാക്കളായ ജ്യോതിബാബുവും KK കൃഷ്ണനും അപ്പീൽ നൽകിയിട്ടുണ്ട്. ആരോഗ്യാവസ്ഥ മോശമാണെന്നും ശിക്ഷാവിധി നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്യണം എന്നുമാണ് ഇരുവരുടെയും ഇടക്കാല ആവശ്യം. ശിക്ഷിക്കാൻ മതിയായ തെളിവുകളില്ലെന്നാണ് വിചാരണ കോടതി വിധി. ഈ സാഹചര്യത്തിൽ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി റദ്ദാക്കണമെന്നും KK കൃഷ്ണനും ജ്യോതിബാബുവും അപ്പീലിൽ ആവശ്യപ്പെടുന്നു. 9 പ്രതികളുടെ അപ്പീൽ സുപ്രീം കോടതി അവധിക്കാലത്തിന് ശേഷം പരിഗണിക്കും. ജൂലൈ 8-നാണ് വേനലവധിക്ക് ശേഷം സുപ്രീം കോടതിയുടെ റെഗുലർ ബെഞ്ചുകൾ ചേരുന്നത്. 20 വർഷത്തേക്ക് 9 പ്രതികൾക്കും ശിക്ഷാ ഇളവ് അവകാശപ്പെടാൻ ആവില്ലെന്നായിരുന്നു ഹൈക്കോടതി വിധി. കർശന ഉപാധികളോടെ ജീവപര്യന്തം ശിക്ഷ നൽകാൻ ഹൈക്കോടതിക്ക് അധികാരമുണ്ട്. അധികമായി നൽകിയ ജീവപര്യന്തം പ്രതികൾ ഒന്നിച്ച് അനുഭവിച്ചാൽ മതിയാകും. 10-ാം പ്രതി KK കൃഷ്ണനും 12-ാം പ്രതി ജ്യോതിബാബുവിനും ശിക്ഷയിൽ ഇളവ് തേടാമെന്നും ആയിരുന്നു ടി.പി. ചന്ദ്രശേഖരൻ കൊലപാതക കേസിലെ ശിക്ഷാവിധി ഉയർത്തിയ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട ടി.പി. ചന്ദ്രശേഖരന്റെ വിധവ KK രമയും ഉടൻ അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിക്കും. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.